So next is module 2, limit state of collapse in shear and bond. So previous module we have learned the limit state of collapse in bending and flexure, and in this module we will see what shear forces, what are the stresses developed due to shear, okay, and what reinforcement do we provide in a beam. ഒരു ബീമിൽ എന്ത് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് നമ്മൾ ഷിയർ റെസിസ്റ്റ് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. ആൻഡ് അഡീഷണലി വിൽ സി വാട്ട് ബോണ്ട് ആൻഡ് ഡെവലപ്മെൻറ്റ് ലെങ്ത് ഇസ് ആൻഡ് anchorage, then caudal recommendations. So moving over to the first lecture. So first lecture we will see what shear stresses is and what are the types of reinforcement to resist the shear stresses, and then we will see how to calculate the shear strength of an RC beam. Okay, RC beam inde shear strength engane calculate ചെയ്യും, and what are the caudal recommendations for calculating shear reinforcement. shear reinforcementum അതുപോലെ shear designing ചെയ്യാനായിട്ടുള്ള caudal recommendations നോക്കും. So before moving on to deeper into this portion, we have to see what shear force is. ഇപ്പോൾ shear force എന്ന് വെച്ചാൽ എന്താ? Okay, if we are considering a beam which is supported at two ends, ഇപ്പോൾ ഈ ഒരു ബീമിൽ if you are acting a force, shear force, okay, shear force, you are all familiar with this shear force and bending moment diagram. Okay, അപ്പോൾ ഇങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യാൻ നേരത്ത് this force will tend to shear off the beam at this particular section. അപ്പോൾ ഏത് സെക്ഷനിലാണോ ആക്ട് ചെയ്യുന്നത് ആ ഒരു സെക്ഷൻ it tends to shear off that section. Okay, so that is why it is known as shear force. അതായത് ഈ ഒരു സെക്ഷന് പാരലൽ ആയിട്ടാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ടാൻജൻഷ്യൽ അല്ലെങ്കിൽ പാരലൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുക. ഓക്കെ, so that is shear force, and we have learned the shear force and bending moment diagrams, how to draw them. Okay, SFD and BMD. അപ്പോൾ ഇത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ if you are taking a simply supported beam, okay, and we are giving a UDL provide ചെയ്യുകയാണെങ്കിൽ throughout its length, if the UDL is acting throughout its length, then we know how the shear force is. Okay, ഇപ്പോൾ shear force diagram എങ്ങനെയാണെന്ന് you have already learned, and bending moment diagram. So ഈ ഡയഗ്രാമിൽ നിന്ന് what we can infer is a bending moment diagram. Okay, the bending moment will be maximum at the center. ഈ സെൻറ്റർ പോർഷനിലായിരിക്കും bending moment maximum. That means ഈ ഒരു മിഡിൽ പോർഷനിലായിരിക്കും, ഈ ഒരു ബീമിൻ്റെ സെൻട്രൽ മിഡ് സ്പാൻ റീജിയനിലായിരിക്കും കൂടുതൽ ബെൻഡിങ് സംഭവിക്കുക. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് വാട്ട് ഹാപ്പൻസ്, ബെൻഡിങ് ക്രാക്സ് ഫോം ചെയ്യും. വി ഹാവ് ഓൾറെഡി സീൻ ദ ബെൻഡിങ് ക്രാക്സ് ഇൻ ദ പ്രീവിയസ് മൊഡ്യൂൾ അല്ലെ. ഇങ്ങനെ ബെൻഡിങ് ക്രാക്സ് ഈ ടെൻഷൻ സോണിലായിട്ട് ബെൻഡിങ് ക്രാക്സ് ഫോം ചെയ്യും. ഓക്കെ, അഗെയിൻ ഇഫ് യു ആർ ടേക്കിംഗ് ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, SFD എപ്പോഴും ഷിയർ ഫോഴ്സ് സപ്പോർട്ടിൻ്റെ സൈഡിലായിരിക്കും മാക്സിമം. ഓക്കെ, ബിക്കോസ് നമുക്കിവിടെ സപ്പോർട്ട് റിയാക്ഷൻസ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ബിക്കോസ് ഓഫ് ദിസ് വാട്ട് ഇറ്റ് വിൽ ബി മാക്സിമം അറ്റ് ദി സപ്പോർട്ടിലായിരിക്കും മാക്സിമം ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഷിയർ ക്രാക്സ് യു ക്യാൻ സീ it is more pronounced towards the support. ഈ സപ്പോർട്ടിൻ്റെ പോർഷനിലായിരിക്കും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഫിഗർ എന്ന് പറയുമ്പോൾ ഇത് ഷിയർ ക്രാക്സ് ആണ്. ഓക്കെ, സോ യു ക്യാൻ സീ ഈ ഫസ്റ്റും സെക്കൻഡും ഫിഗറിൽ യു ക്യാൻ സീ ഇറ്റ് ക്ലിയർലി. ഫസ്റ്റ് ഫിഗർ ഷിയർ ക്രാക്സ് ആണ് ദറ്റ് ഒക്കേഴ്സ് അറ്റ് ദി അലോങ് ഈ ഒരു എൻഡ് പോർഷനിലായിരിക്കും, സപ്പോർട്ട് പോർഷനിലായിരിക്കും ഷിയർ ക്രാക്സ് വിസിബിൾ ആവുന്നത്. ഓക്കെ, വെറാസ് ബെൻഡിങ് ക്രാക്സ് ദേ ആർ ഫോമിങ് ഓൺ ദി മിഡ് സ്പാൻ പോർഷനിലായിരിക്കും, ബിക്കോസ് അവിടെയാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് മാക്സിമം ഷിയർ ഫോഴ്സസ് അറ്റ് ദിസ് സപ്പോർട്ട് പോർഷൻ. Okay, so these are the bending cracks, the tension zone cracks are developed and the propagating. Okay, and these are the shear cracks. So you can see the support here. So ഈ ഒരു ലോഡ് ഈ ഒരു ബീമിൽ ആക്ട് ചെയ്യാൻ നേരത്ത് ഓക്കെ ഈ ഒരു പോർഷനിൽ what happens, shear cracks is formed. So you can see ഇതാണ് ഒരു സ്ട്രക്ചറിൻ്റെ ഒരു ഷിയർ ക്രാക്ക് ഫോർമേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇതാണ് സപ്പോർട്ട്. ഓക്കെ, കോളം. സോ ആ കോളത്തിൻ്റെ ആ പോർഷനിൽ സപ്പോർട്ടിൻ്റെ സൈഡിലായിട്ടാണ് ഷിയർ ക്രാക്സ് ഫോം ചെയ്തിരിക്കുന്നത്. യു ക്യാൻ സീ ദിസ് അനദർ ഫിഗർ ഷോയിങ് ദ സെയിം. ഇപ്പോൾ ഷിയർ ക്രാക്സ് യു ക്യാൻ സീ ഈ എല്ലാ കേസസിലും യു ക്യാൻ സീ ദറ്റ് ഷിയർ ക്രാക്സ് ആർ ഡയഗണൽ അല്ലെ, ഡയഗണൽ ആയിട്ടാണ് പോകുന്നത്. സോ ദിസ് ഷിയർ സ്ട്രെസ്സസ്, ഈ ഷിയർ ക്രാക്സ് ഫോം ചെയ്യാൻ കാരണം എന്താ? ബിക്കോസ് ഓഫ് ഷിയർ സ്ട്രെസ്സസ്, ആൻഡ് ദ ബെൻഡിങ് ഇസ് യൂഷ്വലി അക്കമ്പനീഡ് ബൈ ബെൻഡിങ് ഷിയർ. ഓക്കെ, ബെൻഡിങ് കാരണം എന്തുണ്ടാവും? That in turn causes bending shear.
and the shear stress thus produced is accompanied by diagonal tension and compression. Okay, അപ്പോൾ diagonally അതാണ് നമ്മൾ പറഞ്ഞത്, that cracks are formed in diagonal. Okay, diagonal inclined ആയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. So it is because that forms tension and diagonal tension and compression ഈ shear stress produce ചെയ്യുന്നുണ്ട്. Okay, and the large diagonal tension stresses, ഇപ്പോൾ ഈ ഒരു ഡയഗണൽ ടെൻഷൻ സ്ട്രെസ്സസ് ലാർജർ വാല്യൂസ് ആണെങ്കിൽ ദറ്റ് ക്യാൻ കോസ് ക്രാക്കിങ്ങും ആൻഡ് അൾട്ടിമേറ്റ്ലി ദ സ്ട്രക്ചർ വിൽ ഫെയിൽ. ഹെൻസ് ബീം ഷുഡ് ഓൾവേസ് ബി ചെക്ക്ഡ്. അതുകൊണ്ടാണ് നമ്മൾ ഷിയർ ഫെയിലിയർ, ബെൻഡിങ് ഫെയിലിയർ മാത്രമല്ല നോക്കേണ്ടത്, വി ഹാവ് ടു സീ വെദർ ദറ്റ് ബീം ക്യാൻ വിത്ത്സ്റ്റാൻഡ് ദ ഷിയർ സ്ട്രെസ്സസ്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ സപ്പോർട്ടിൻ്റെ അലോങ് ആയിട്ട് സപ്പോർട്ട് പോർഷൻ്റെ നിയർ ബൈ പോർഷൻസിൽ യു ക്യാൻ സീ ദ ഷിയർ ക്രാക്സ് വിച്ച് ആർ ഡയഗണൽ. ഓക്കെ, അപ്പോൾ ഇത് ഒരു എലമെൻ്റ് ആണ്, ഈ ബീമിൻ്റെ ഒരു എലമെൻറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, സോ ഈ ഒരു എലമെൻറ്റിൽ യു ക്യാൻ സീ ദ ഷിയർ ഫോഴ്സസ്. ഓക്കെ, എല്ലാ ഡയറക്ഷനിലും ഫോഴ്സസ് ഉണ്ട്, ആൻഡ് ഈ ഡയഗണലി ആണ് ഷിയർ സ്ട്രെസ്സസ് ഉണ്ടാകുന്നത്, ഡയഗണൽ, ആൻഡ് ദറ്റ് can give rise to tension and compression. Diagonally tension ഉണ്ടാകാം, diagonally compression ഉണ്ടാകാം. Okay, so this is diagonal tension and this is diagonal compression. So ഇതൊരു ബീം സപ്പോർട്ടാണ്. ഓക്കെ, ഒരു ബീമിൻ്റെ RC ബീമിൻ്റെ സപ്പോർട്ട് പോർഷൻ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഈ സപ്പോർട്ടിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്ന് ഇങ്ങനെയായിരിക്കും ഡയഗണലി ആയിരിക്കും പ്രൊപ്പഗേറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ ടെൻഷൻ, ഡയഗണൽ ടെൻഷനാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതിന് ആൻഡ് ഇവിടെ ഇപ്പോൾ ഗ്രീൻ കളറിലും ബ്ലൂ കളറിലൊക്കെ കാണിച്ചിരിക്കുന്നത് ദറ്റ് ഈസ് ദ റീഇൻഫോഴ്സ്മെൻറ്റ്സ്. സോ റീഇൻഫോഴ്സ്മെൻറ്റ് വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ഷിയർ ഫെയിലിയർ. അപ്പോൾ ഷിയർ ഫെയിലിയർ സംഭവിക്കുന്നത് ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഷിയർ ടെൻഷൻ. ഓക്കെ, ദെൻ ഷിയർ ബെൻഡിങ് കാരണമുള്ള ഷിയറാണ് ഷിയർ ബെൻഡിങ്. ദെൻ ഷിയർ ബോണ്ട് എന്ന് വെച്ചാൽ ഡ്യൂ ടു ദ ബോണ്ട് ബിറ്റ്വീൻ കോൺക്രീറ്റിൻ്റെയും സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെയും ബോണ്ട് കാരണം. ഓക്കെ, സോ ദാറ്റ് ഇസ് ഷിയർ ബോണ്ട്. ദെൻ ഷിയർ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോഴ്സ് വരും, ഇവിടെ ഒരു വി ആർ ഹാവിങ് എ സപ്പോർട്ട് ആൻഡ് ഹിയർ ഒരു കംപ്രസ്, ഈ രണ്ട് സൈഡിൽ നിന്നും വാട്ട് ഹാപ്പൻസ് കംപ്രഷൻ. ഓക്കെ, സോ അതാണ് ഷിയർ കംപ്രഷൻ. സോ നമ്മൾ നേരത്തെ കണ്ട ഫിഗർ അതിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ടൈപ്സ് ആണ് ബാക്കി കാണിച്ചിരുന്നത്. ഓക്കെ, വി വിൽ എക്സ്പ്ലെയിൻ ദാറ്റ്. ഇതാണ് ഷിയർ ഫെയിലിയർ. സോ അലോങ് ദിസ് പ്ലെയിൻ വാട്ട് ഹാപ്പൻസ്, ഷിയർ ഫെയിലിയർ വിൽ occur ഡയഗണലി. ഓക്കെ, ഡയഗണൽ ഷിയർ ഫെയിലിയർ ഡ്യൂ ടു ടെൻഷൻ. സോ ടെൻഷൻ കാരണമാണ്. അഗെയിൻ ഈ ഒരു ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ദാറ്റ് ഈസ് ദി ലോങ്ങിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, സോ നമ്മൾ ബെൻഡിങ്ങിന് വേണ്ടി വി ആർ പ്രൊവൈഡിങ് ലോങ്ങിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്. സോ ആ ലോങ്ങിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ആണ് ഇത്. ഓക്കെ, ദാറ്റ് ഈസ് ടു വിത്ത്സ്റ്റാൻഡ് ദ ബെൻഡിങ്. അതായത് ടെൻഷൻ സോണിൽ വി ആർ പ്രൊവൈഡിങ് ലോങ്ങിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്സ്. ഓക്കെ, സ്റ്റീൽ റീബാർസ് പ്രൊവൈഡ് ചെയ്യും, ദറ്റ് ഈസ് ദിസ് പോർഷൻ. അഗെയിൻ അതർ ദാൻ ദിസ് ബെൻഡ് അപ്പ് ബാർസ് ഓർ സ്റ്റിറപ്പ്, യു ക്യാൻ സീ എതർ ബെൻഡ് അപ്പ് ബാർസ് ഓർ സ്റ്റിറപ്സ് ഇൻ ദി ഒരു ബീമിൻ്റെ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് വി ആർ യൂസിങ് സ്റ്റിറപ്സ് ഓർ ബെൻഡ് അപ്പ് ബാർസ്. സോ ഈ ബെൻഡ് അപ്പ് ബാർസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കും, അതായത് ഇങ്ങനെ ലോങ്ങിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്സ് ഇങ്ങനെ. ഓക്കെ, ഇപ്പോൾ ഒരു ബീം എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ലോങ്ങിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്സ് ഇങ്ങനെ പോകും. ഓക്കെ, ആൻഡ് ഈ ബെൻഡ് അപ്പ് ബാർസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിന് ഓൾട്ടർനേറ്റ് ആയിട്ട്, ഓക്കെ, ഒരു ലോങ്ങിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് അടുത്തതെന്ന് വെച്ചാൽ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടായിരിക്കും ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ ഇവിടെ ബെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് വൺ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഇറ്റ് വിൽ കണ്ടിന്യൂ. സോ ദീസ് ആർ നോൺ ആസ് ബെൻഡ് അപ്പ് ബാർസ്. ഓക്കെ, ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന ഇതിനെയാണ് ബെൻഡ് അപ്പ് ബാർസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ദിസ് വിൽ ഗോ ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് അഡീഷണലി ഇത് കൂടാതെ ദർ ഇസ് സ്റ്റിറപ്പ്. അപ്പോൾ ഈ സ്റ്റിറപ്പിൻ്റെ ഈ ഒരു പോർഷൻ, അതായത് സ്റ്റിറപ്പ് ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ പോർഷനിലാണ്, ഓക്കെ, റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ സ്റ്റിറപ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്റ്റിറപ്സ് ആർ ഓൾസോ യൂസ്ഡ് ടു വിത്ത്സ്റ്റാൻഡ് ദി ഷിയർ സ്ട്രെസ്സസ്. ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് എന്നാണ് അല്ലെങ്കിൽ സ്റ്റിറപ്സിന് പറയുന്നത്. ഓക്കെ, സോ യു ക്യാൻ സീ ഒരു ബീം വ്യൂവിൽ, ഓക്കെ, യു ക്യാൻ സീ ലോങ്ങിറ്റ്യൂഡിനൽ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇങ്ങനെ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് സോ
അതുകൂടാതെ സ്റ്റിറപ്സ്. സോ ഇതിനെയാണ് നമ്മൾ സ്റ്റിറപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ സ്റ്റിറപ്പിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ദറ്റ് വിത്ത്സ്റ്റാൻഡ് ദി ഷിയർ സ്ട്രെസ്സസ് ആക്ടിങ് ഓൺ ദി ബീം. Okay, that is stirrups or shear reinforcement. So due to applied force, the beam undergoes bending, which is resisted by providing longitudinal steel reinforcement. And to resist the beam from shearing force, we provide stirrups or shear reinforcement. Okay. So this is a two-legged stirrup. അപ്പോൾ ഈ സ്റ്റിറപ്പ് നേരത്തെ കാണിച്ചിരുന്ന സെയിം സ്റ്റിറപ്പാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സെയിം ഡിഫറെൻറ്റ് view. So you can see the bar, okay, longitudinal bars, and this is the stirrup. So vertical stirrup, smaller diameter, നമ്മൾ ലോങ്ങിറ്റ്യൂഡിനലിനേക്കാളും smaller diameter ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് for stirrups, and they are placed at regular intervals. Okay, regular intervals placing, and larger diameter ആണ് longitudinal bars. So you can see a stirrup. Okay, so this is a stirrup and longitudinal rebars. ഇങ്ങനെ ലോങ്ങിറ്റ്യൂഡിനൽ പോകുന്നതാണ് ലോങ്ങിറ്റ്യൂഡിനൽ റീബാർസ്, ആൻഡ് ദിസ് ഇസ് ദ സ്റ്റിറപ്പ്. ഓക്കെ, സോ ഇതിപ്പോൾ ടു ലെഗ്ഡ് സ്റ്റിറപ്പാണ്. അതായത് എത്ര ലെഗ്സ് ഉണ്ടെന്ന് ഇങ്ങനെയാണ് നോക്കുന്നത്. ഓക്കെ, ടു ലെഗ്ഡ് സ്റ്റിറപ്പ്. ദിസ് ക്യാൻ ബി ഫോർ ലെഗ്ഡ് സ്റ്റിറപ്പ്. ഓക്കെ, സോ ദിസ് ഇസ് എ ടു ലെഗ്ഡ് സ്റ്റിറപ്പ്. അഗെയിൻ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ RCC ബീംസ്. ഓക്കെ, സോ നമുക്ക് ഷിയർ സ്ട്രെസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്താലേ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് എത്ര പ്രൊവൈഡ് ചെയ്യണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് സീ എ ടിപ്പിക്കൽ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ RCC ബീംസ്. So theoretically, the shear stress distribution in a rectangular reinforced section depends on the distribution of normal stress. Normal stress, അതായത് ടെൻഷൻ ആൻഡ് കംപ്രഷൻ സ്ട്രെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബട്ട് ഹിയർ വി അസ്യൂം, ഓക്കെ, ഫോർ ഡിസൈനിങ് പർപ്പസ് വി അസ്യൂം ദാറ്റ് the concrete below the neutral axis gets cracked and do not absorb the tension. അപ്പോൾ ഈ ബിലോ പോർഷനിൽ കോൺക്രീറ്റ് ന്യൂട്രൽ ആക്സിസിൻ്റെ ബിലോ പോർഷനിൽ ഉള്ള കോൺക്രീറ്റ്, ഓക്കെ, സോ ദാറ്റ് അത് ടെൻഷൻ അബ്സോർബ് ചെയ്യില്ല എന്ന രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കോൺക്രീറ്റ് ടെൻഷനിൽ വീക്കാണ്, സോ ഇറ്റ് ഡസ് നോട്ട് ഇത് ടെൻഷൻ എടുക്കില്ല എന്നൊരു അസംഷനാണ് വി ആർ പ്രൊവൈഡിങ്. ഓക്കെ, ഇൻ ബിലോ ദിസ് ന്യൂട്രൽ ആക്സിസ്. So then the theoretical distribution of shear stresses in elastic and ultimate stages are shown as in figure. Okay, ഈ രണ്ട് ഫിഗേഴ്സിലും, സോ ഇത് പാരബോള ആൻഡ് ലീനിയർ, അതായത് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഈ ഒരു പോർഷനിൽ ദറ്റ് ഈസ് 0 ആൻഡ് ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യും, ദറ്റ് ഈസ് പാരബോളിക്കലി ആണ്, ആൻഡ് ഇത് ലീനിയർലി ഇൻക്രിമെൻ്റ് ആണ്. ഓക്കെ, സോ ഇതൊരു ഇലാസ്റ്റിക് സ്റ്റേജിൽ ആൻഡ് ഇത് അൾട്ടിമേറ്റ് സ്റ്റേജിലെയാണ് കാണിച്ചിരിക്കുന്നത് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. സോ അഗെയിൻ നമ്മൾ IS കോഡൽ പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ ദ ഡിസൈനിങ് ഓഫ് ഷിയേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ്, ആൻഡ് യു ഹാവ് ടു റീഡ് ഓൾ ദീസ് ക്ലോസസ്. ഓക്കെ, അപ്പോൾ ഈ ഓരോ ക്ലോസിലും പേജ് നമ്പർ ആൻഡ് അതിൽ നിന്ന് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ പ്ലീസ് ഗോ ത്രൂ ദിസ്. ഇത് കറക്റ്റായിട്ട് വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഡിസൈനിങ് സ്റ്റിറപ്പിൻ്റെ ഡിസൈനിങ്ങിന് കോഡ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ പ്ലീസ് റീഡ് ദിസ്. സോ നെക്സ്റ്റ് ഇസ് ടോട്ടൽ ഷിയർ റെസിസ്റ്റൻസ് ഓഫ് വെർട്ടിക്കൽ സ്റ്റിറപ്പ്. സോ നമ്മൾ വെർട്ടിക്കൽ സ്റ്റിറപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം ഒരു ബീമിൽ ഇപ്പോൾ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് എടുക്കാൻ, അതായത് ബീമിൽ രണ്ട് മെറ്റീരിയൽസ് ആണുള്ളത്, കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ. സോ കോൺക്രീറ്റ് വിൽ ടേക്ക് ദി ഷിയർ അറ്റ് ദ സെയിം ടൈം steel will also take the shear. Okay, steel എന്ന് വെച്ചാൽ the stirrups ആണ് shear എടുക്കുന്നത്. So stirrups will also take the shear. ഇപ്പോൾ ടോട്ടൽ ഷിയർ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ടോട്ടൽ ഷിയർ ലോഡ് ഉണ്ടെങ്കിൽ ആ ഷിയർ ലോഡ് ഇറ്റ് ഈസ് ക്യാരിഡ് ബൈ കോൺക്രീറ്റ് ആൻഡ് സ്റ്റിറപ്പ്. ഓക്കെ, അത് കോൺക്രീറ്റും സ്റ്റിറപ്പും ക്യാരി ചെയ്യുമെന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ VU is the design shear load. ടോട്ടൽ ആണ് VU. Okay, so VU is the design shear load, and then the shear load carried by concrete VC, and the shear resisted by vertical stirrup. So vertical stirrup എടുക്കുന്നത് VS. Okay, അങ്ങനെയാണെങ്കിൽ so VU is equal to what? VC plus VS. Okay, അങ്ങനെയാണെങ്കിൽ VS എന്തായിരിക്കും? VU minus VC. Okay, so VS, that is the total shear resistance of vertical stirrup, is equal to VU minus VC.
Okay, VU എന്ന് വെച്ചാൽ the design shear load and that minus ഇപ്പോൾ ഇതിൽ നിന്ന് കോൺക്രീറ്റ് എത്ര എടുക്കുന്നുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ റിമൈനിങ് പോർഷൻ മാത്രം സ്റ്റീൽ എടുക്കുകയുള്ളൂ, അതിൻ്റെ ബാക്കിയാണ് സ്റ്റീൽ എടുക്കുക. സോ അതിന് ഇപ്പോൾ സ്റ്റീൽ എത്രയാണ് റെസിസ്റ്റ് ചെയ്യേണ്ടത് എന്നൊരു വാല്യൂ ഉണ്ടെങ്കിൽ നമ്മളപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു വാല്യൂവിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ഒരു വാല്യൂ എത്രയാണ് അതനുസരിച്ചിട്ടാണ് വി ആർ പ്രൊവൈഡിങ് ദി ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദിസ് VS. So this is the total shear resistance of vertical stirrup. Okay, so ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ റീഇൻഫോഴ്സ്മെൻറ്റും എടുക്കും. ഓക്കെ, ആൻഡ് അറ്റ് ദ സെയിം ടൈം കോൺക്രീറ്റും എടുക്കും. കോൺക്രീറ്റിൻ്റെ അഗ്രിഗേറ്റ്, കോൺക്രീറ്റിൽ അഗ്രിഗേറ്റ് ഉണ്ട്. സോ ദ അഗ്രിഗേറ്റ് ഇൻ്റർലോക്കിംഗ് വഴി that will take the shear force, and at the same time uncracked compression zone shear force എടുക്കും. Okay, so these two are the shear carried by concrete and this is the shear carried by stirrups. So next is design of shear reinforcement. അപ്പോൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്. ക്വസ്റ്റ്യനിൽ ഡിസൈൻ ഓഫ് സ്റ്റിറപ്പ് ആണ് ചോദിക്കുന്നതെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദി ഡയമീറ്റർ ആൻഡ് സ്പേസിംഗ് ഓഫ് ദി സ്റ്റിറപ്പ്. ഓക്കെ, സോ സ്റ്റിറപ്പ് എന്താണെന്ന് ഐ ഹോപ്പ് ദ തിങ് ഇസ് ക്ലിയർ ടു യു. സോ ദീസ് ആർ ദി സ്റ്റിറപ്സ് അല്ലേ, ഇതാണ് സ്റ്റിറപ്പ്. അപ്പോൾ ഇങ്ങനെ ഒരു നമുക്കൊരു ബീം തരികയാണ്, ബീമിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. സോ ഫ്രം ദാറ്റ് വി ഹാവ് ടു സീ വാട്ട് ഈസ് ദ ഷിയർ, എത്ര ആണ് ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഷിയർ സ്ട്രെസ് കോൺക്രീറ്റും അതുപോലെ തന്നെ സ്റ്റീലും രണ്ടുപേരും എടുക്കുന്നുണ്ട്. ഓക്കെ, ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് ടോട്ടലി എത്രയാണ് ക്യാരി ചെയ്യുന്നത് അതനുസരിച്ചാണ് നമ്മൾ സ്റ്റിറപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡിസൈൻ ചെയ്യാൻ പറയാൻ നേരത്ത് വി ഹാവ് ടു ഫൈൻഡ് ദി ഡയമീറ്റർ, സ്റ്റിറപ്പിൻ്റെ എത്ര ഡയമീറ്റർ സ്റ്റിറപ്പാണ് പ്ലേസ് ചെയ്യേണ്ടത് ആൻഡ് എത്ര നമ്പേഴ്സാണ്. ഓക്കെ, ആൻഡ് നമ്പേഴ്സ് അല്ല, എത്ര സ്പേസിംഗ് ആണെന്ന് നോക്കുക. സോ ഫ്രം സ്പേസിംഗ് വി ക്യാൻ കാൽക്കുലേറ്റ് ദി നമ്പേഴ്സ് ഓൾസോ. ഓക്കെ, സോ നമ്പേഴ്സിനല്ല ഇവിടെ സ്പേസിങ്ങിനാണ് ഇമ്പോർട്ടൻസ്. സോ വാട്ട് ഈസ് ദി ഡയമീറ്റർ ആൻഡ് സ്പേസിംഗ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഡിസൈനിൽ നമുക്ക് കിട്ടേണ്ടത്. Okay, so first step is we have to calculate the nominal shear stress TOC. Okay, nominal shear stress calculate ചെയ്യുക. So page 72ൽ clause 40.1ൽ nominal shear stressൻ്റെ value തന്നിട്ടുണ്ട്. That is tau V. So this is not tau C, this is tau V. Sorry. Please correct it to tau V. Okay, so first we have to find the value of tau V. Tau V calculate ചെയ്യുക. So tau V is given as VU by B into D. Okay, this is B into D ആണ്. So VU by B into D, that is tau V. So ഈ equation we get it from clause 10.1. അതിൽ നിന്ന് tau V കാൽക്കുലേറ്റ് ചെയ്യുക. ഹിയർ VU എന്ന് വെച്ചാൽ ദ ഷിയർ ഫോഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസൈൻ ടോട്ടൽ ടോട്ടൽ ഡിസൈൻ ലോഡാണ് VU. ആൻഡ് B ഈസ് ദ ബ്രെഡ്ത്ത് ഓഫ് ദി മെമ്പർ. ഓക്കെ, അതായത് ഇപ്പോൾ സെക്ഷൻ്റെ ബ്രെഡ്ത്തും, ആൻഡ് D എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ എഫക്റ്റീവ് ഡെപ്ത്. ഓക്കെ, ആൻഡ് ഹൗ ആർ വി സപ്പോസ് ടു കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് ഡെപ്ത്? നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഓവറോൾ ഡെപ്ത് ആയിരിക്കും തരിക. ഓക്കെ, ചിലപ്പോൾ ഡയറക്റ്റ്ലി എഫക്റ്റീവ് ഡെപ്ത് തരും. സോ ഇഫ് ഇൻ കേസ് നമുക്ക് ഓവറോൾ ഡെപ്ത് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഓവറോൾ ഡെപ്തിൽ നിന്ന് വി ഹാവ് ടു മൈനസ് ദിസ് കവർ പോർഷൻ. ഓക്കെ, ക്ലിയർ കവർ തരും. ബീമിൽ ഇൻ കേസ് ക്ലിയർ കവർ തന്നിട്ടില്ല എങ്കിൽ അസ്യൂം ക്ലിയർ കവർ 25 mm. ഓക്കെ, ഇത് ബീമിൻ്റെ കേസിലാണ്. ഫോർ ബീം ക്ലിയർ കവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ യു ഹാവ് ടു അസ്യൂം ആസ് 25 mm. സോ 25 mm ആണ് ക്ലിയർ കവർ. ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് ഗിവൺ അത് ആ വാല്യൂ എടുക്കാം. സോ D ഓവറോൾ ഡെപ്ത് മൈനസ് ദിസ് ക്ലിയർ കവർ, അതിൻ്റെ കൂടെ ഈ ഒരു പോർഷനും കൂടെ മൈനസ് ചെയ്യണം. ഓക്കെ, ഈ ഒരു പോർഷൻ. സോ വാട്ട് ഈസ് ദാറ്റ്? ദറ്റ് ഈസ് ഡയമീറ്റർ. ഈ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ടാകും. ആ ഡയമീറ്ററിൻ്റെ ഹാഫാണ് ഈ ഒരു പോർഷൻ. ഓക്കെ, സോ ഓവറോൾ ഡെപ്ത് മൈനസ് ക്ലിയർ കവർ മൈനസ് ഡയമീറ്റർ ബൈ 2. 5 എന്ന് വെച്ചാൽ ഡയമീറ്റർ. ഓക്കെ, സോ ഡയമീറ്റർ ബൈ 2. സോ അങ്ങനെ അപ്പോൾ നമുക്ക് വി ഗെറ്റ് ദി വാല്യൂ ഫോർ എഫക്റ്റീവ് ഡെപ്ത്.
സോ ഈ എഫക്റ്റീവ് ഡെപ്തിൻ്റെ വാല്യൂ ആണ് ഇവിടെ ഈ ഡിക്ക് സ്മോൾ ഡിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് 2. സോ ആദ്യത്തെ സ്റ്റെപ്പ് ടോ വി കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ടോ സി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, ടോ സി എന്ന് വെച്ചാൽ വിച്ച് ഇസ് ദ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റിൻ്റെ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ആണ്. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് എത്രത്തോളം കോൺക്രീറ്റ് എത്രത്തോളം ലോഡ് എടുക്കുമെന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ദറ്റ് വി ഒബ്റ്റെയിൻ ഇറ്റ് ഫ്രം ടേബിൾ 19. ടേബിൾ 19ൽ തന്നിട്ടുണ്ട്. ഓക്കെ, പേജ് 73ൽ. സോ അതിലെന്ന് വെച്ചാൽ ടോ സി വാല്യൂസ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രം ദി പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ആൻഡ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, അതായത് ഇങ്ങനെ ടേബിൾ 19ൽ ഈ 100 ഇൻറ്റു AS/BD എന്ന് വെച്ചാൽ ദറ്റ് ഈസ് നത്തിങ് ബട്ട് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ. P is equal to AST/BD into 100 എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് ദിസ് ഇസ് ദ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ. ഓക്കെ, ആൻഡ് കോൺക്രീറ്റിൻ്റെ ഗ്രേഡും അറിയാമെങ്കിൽ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നോക്കുക. ഓക്കെ, P എത്രയാണ്, പിയുടെ വാല്യൂ ആൻഡ് M20 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഇവിടെ നിന്ന്. ഓക്കെ, വി ക്യാൻ ഗെറ്റ് ദ വാല്യൂസ് ഫ്രം ഹിയർ. സോ M20 ആൻഡ് ഇതാണെങ്കിൽ വി ക്യാൻ ഗെറ്റ് ദ വാല്യൂസ് ഫ്രം ഹിയർ. അപ്പോൾ ഈ ഒരു വാല്യൂസ്, ഈ വാല്യൂസൊക്കെ ടോ സിയുടെ വാല്യൂസാണ്. ഓക്കെ, സോ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അനുസരിച്ച് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി കറസ്പോണ്ടിങ് വാല്യൂ ഫോർ ഫ്രം P ആൻഡ് ഗ്രേഡ്. അഗെയിൻ ടോ സി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ടോ സി എന്ന് വെച്ചാൽ ഡിസൈൻ സ്ട്രെങ്ത് ആണ് കിട്ടിയിരിക്കുന്നത്. അഗെയിൻ ടോ സി മാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് മാക്സിമം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഈ മാക്സിമം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ടേബിൾ 20 നോക്കിയാൽ മതി. സോ ദിസ് ഈസ് ദ ഓക്കെ, സോ ഫ്രം ഹിയർ വി ഗെറ്റ് ദ മാക്സിമം. ടേബിൾ 20ൽ മാക്സിമം വാല്യൂ കിട്ടും. അതായത് M20 ആണെങ്കിലോ മാക്സിമം എത്രയാണ്, M25 ആണെങ്കിൽ മാക്സിമം ടോ സി. ഓക്കെ, സോ ടോ സിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ടേബിളിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത ടോ സിയുടെ വാല്യൂ ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ ദി മാക്സിമം. മാക്സിമത്തിനേക്കാളും കുറവായിരിക്കണം. ഓക്കെ, സോ കുറവല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, വി ഹാവ് ടു റീഡിസൈൻ. ഇഫ് ടോ സി ഇസ് ഗ്രേറ്റർ ദാൻ ടോ സി മാക്സ്, മാക്സിമം വാല്യൂവിനേക്കാളും എക്സീഡ് ചെയ്യുന്നെങ്കിൽ വി ഹാവ് ടു റീഡിസൈൻ ദി ബീം. അതായത് ഡയമെൻഷൻസ് മാറ്റുക, ഡെപ്തും ബ്രെഡ്ത്തും, അതാണ് ഡയമെൻഷൻസ് ചേഞ്ച് വരുത്തുക. ഓക്കെ, അഗെയിൻ ടോ സിയേക്കാളും ലെസ്സാണ് ടോ സി മാക്സ് എങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് വി ഹാവ് ടു കമ്പയർ ടോ സി ആൻഡ് ടോ വി. നമ്മൾ ടോ വി ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നു. സോ ടോ വിയും ടോ സിയും കമ്പയർ ചെയ്യുക. ഓക്കെ, ടോ സി എന്ന് വെച്ചാൽ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആൻഡ് ടോ വി ഇസ് ദ ഷിയർ സ്ട്രെസ് ഓഫ് nominal shear stress of the stirrup. Okay, so tau v and tau c calculate again. From that we get, നമുക്കപ്പോൾ കമ്പയർ ചെയ്യാൻ നേരത്തെ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, സോ ഇതിൽ ടോ സി കോൺക്രീറ്റ് ആണ് ഗ്രേറ്റർ എങ്കിൽ, ഓക്കെ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് ആണ് ഗ്രേറ്റർ എങ്കിൽ ഓൺലി നോമിനൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക്, ഓക്കെ കോൺക്രീറ്റ് വിൽ ടേക്ക് ദി ഷിയർ ലോഡ്, കോൺക്രീറ്റ് വിൽ ക്യാരി ദ ഷിയർ ലോഡ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റിറപ്പിന് എന്ത് നോമിനലായിട്ടോ, അതായത് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്താൽ മതി. ബിക്കോസ് കോൺക്രീറ്റ് വിൽ ടേക്ക് കെയർ ഓഫ് ദി ഷിയർ. ഓക്കെ, ഷിയറിന് കോൺക്രീറ്റിന് സ്ട്രെങ്ത് ഉണ്ട്. സോ കോൺക്രീറ്റ് വിൽ ടേക്ക് കെയർ ഓഫ് ദറ്റ് ഷിയർ സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മിനിമം വാല്യൂ മാത്രം കൊടുത്താൽ മതിയാവും. അഗെയിൻ ഇഫ് ടോ സി, ഹിയർ ദർ ഇസ് എ കറക്ഷൻ, ഇഫ് ടോ സി ഇസ് ലെസ് ദാൻ ടോ വി. ഓക്കെ, സോ ടോ സി കോൺക്രീറ്റിന് അഡിക്വേറ്റ് സ്ട്രെങ്ത് ഇല്ലെങ്കിൽ, ഷിയർ എടുക്കാനായിട്ടുള്ള അഡിക്വേറ്റ് സ്ട്രെങ്ത് ഇല്ലെങ്കിൽ വെൻ കമ്പയർഡ് ടു ദിസ്, ദെൻ വി ഹാവ് ടു പ്രൊവൈഡ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ഇതിൽ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് വാല്യൂ, അതായത് ഈ ഫസ്റ്റ് കേസ്, ഓക്കെ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമ്മൾ മിനിമം പ്രൊവൈഡ് ചെയ്താൽ മതി സ്റ്റീല്. സോ ആ മിനിമം വാല്യൂ ഓഫ് സ്റ്റീൽ വി ഗെറ്റ് ഇറ്റ് ഫ്രം പേജ് 48. അതിൻ്റെ ഇക്വേഷൻ 48ൽ നിന്ന് കിട്ടും. ആൻഡ് if tau c is less than tau v, then we have to provide the shear reinforcement. Shear reinforcement provide ചെയ്യണം, because സ്റ്റീലിനാണ് ഇപ്പോൾ എടുക്കാൻ പറ്റുന്നത്, ഓക്കെ ഷിയർ എടുക്കാൻ പറ്റുന്നത്. സോ ദാറ്റ് വി ഹാവ് ടു ഡിസൈൻ ഫ്രം ക്ലോസ് ഒരു ഇക്വേഷൻ ഉണ്ട് പേജ് 73ൽ. ഓക്കെ, സോ വിത്ത് ഷിയർ ആൻഡ് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇപ്പോൾ ടോ സിനേക്കാളും എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ so shall nominal in beam tau v exceeds tau c max, we have to provide shear reinforcement and minimum ആണെങ്കിൽ 26.5.1.6. so table 20, sorry this is for tau c max and ഇതാണ് okay
shear reinforcement which shall be provided, and minimum value is. So from here you can see 0.87 Fy ASV D by SV. Okay, so Fy and ASV, that is the total cross sectional area, stirrupinte cross sectional area aanu. So etra legs undennu nokka, ipo 2 legs aanengil, okay, so usually we provide 2 legs stirrup. So 2 legs stirrup aanengil we have to provide, okay, ഒരു diameter assume ചെയ്യുക 10 or 8 mm stirrup provide ചെയ്യുക, and then 2 legged ആണെങ്കിൽ we have to multiply that into 2. Again D is the effective depth and SV ആണ് spacing. Okay, so ഇവിടെ നിന്ന് നമുക്ക് calculate ചെയ്യേണ്ടത് SV യുടെ value ആണ്, and here also we have to calculate the value for SV. Okay, so if you are doing a problem, ഈ ഒരു part, the design part will be clear to you. Okay, and next is the spacing. So maximum spacing നമുക്ക് ഈ 3 വാല്യൂസിൽ നിന്നാണ് കിട്ടുന്നത്. ഒന്ന് നമ്മൾ SV ഓൾറെഡി ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത SV. ഓക്കെ, അതായത് ഈ രണ്ട് കേസിലും മിനിമം ഷിയർ ആണെങ്കിൽ അതിൻ്റെ SV ആൻഡ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ആണെങ്കിൽ അതിൻ്റെ SV. സോ ഈ ഒരു SV വാല്യൂ നോക്കുക. ദെൻ 0.75 ടൈംസ് that is the depth of the beam. Okay, so 0.75 and that is effective depth, and then 300 mm. Okay, so ഇത് രണ്ടും ഈ വാല്യൂസ് രണ്ടും ചെക്ക് ചെയ്യുക. 0.75 ഡിയും 300 mm. അപ്പോൾ 300 mm-നേക്കാളും കൂടരുത്. സപ്പോസ് നമുക്ക് 0.75 ഡി ചെയ്യാൻ നേരത്തെ ഇഫ് യു ആർ ഗെറ്റിംഗ് സം 400 വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ, 400 mm സംതിങ് ആണ് കിട്ടുന്നതെങ്കിൽ, വി ഹാവ് ടു പ്രൊവൈഡ് ദിസ് മിനിമം. ഓക്കെ, എപ്പോഴും 300 ആണ്, സോറി, മാക്സിമം എന്ന് വെച്ചാൽ 300 ആണ്, അതിൽ എക്സീഡ് ചെയ്യരുത്. ഓക്കെ, സോ കമ്പയർ ദീസ് 3, ഇത് മൂന്നും കമ്പയർ ചെയ്യുക. ഓക്കെ, 300-ന് മിനിമം ഉള്ള വാല്യൂ ചൂസ് ചെയ്യുക. സോ ടുഡേ